വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യമുന്നയിച്ച് വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റിലപ്പള്ളി. ശ്രീ സേവ്യർ സർ, വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ധാരാളം പത്രവാർത്തകൾ വരുന്നുണ്ട്. ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികളുടെ കൈവശം എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? കുട്ടികളിൽ ലഹരി എത്താതിരിക്കാൻ എന്തെല്ലാം നടപടികൾ? സംസ്ഥാനത്ത് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിരോധം തീർക്കുന്നതിനാവശ്യമായ ചെക്കിംഗ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിൽ സാമൂഹ്യനീതി വകുപ്പുമായി യോജിച്ച് ചേർന്ന ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇത്തരം ലഹരി എത്തിക്കുന്ന കൂട്ടരെ പിടികൂടാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചുവരുന്ന പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ വ്യാഴാഴ്ച നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിൽ ചോദ്യമുന്നയിച്ചത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്നും എക്സൈസ് വിഭാഗത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വർദ്ധിച്ചുവരുന്ന നടപടികളും ഈ സർക്കാരിന്റെ കാലയളവിൽ ഇതുവരെ എക്സൈസ് വിഭാഗം പിടിച്ചെടുത്ത മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വിശദാംശങ്ങളും നിയമസഭയിൽ ചോദ്യമായി ഉന്നയിച്ചു. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ പല രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന്, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി എക്സൈസ് മന്ത്രിക്ക് വേണ്ടി തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 15 വർഷം കാലപ്പഴക്കമെന്ന വാഹനങ്ങൾ പിൻവലിച്ച് പുതിയ 66 മഹേന്ദ്ര ബൊലേറോ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനായി എറണാകുളം, പാലക്കാട് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകൾക്ക് കൂടി ഡിജിറ്റൽ വയർലെസ് സിസ്റ്റം സ്ഥാപിച്ചു. എക്സൈസ് വകുപ്പിൻ്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പിസ്റ്റലുകളും തിരകളും വാങ്ങിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന കേസുകളുടെ ശാസ്ത്രീയമായ അന്വേഷണം സുഗമമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ചോദ്യം ചെയ്യൽ മുറികൾ സ്ഥാപിച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന 1700 ഡ്രഗ് ഡിസ്റ്റൻഷൻ കിറ്റുകളും കണ്ടെടുക്കുന്ന മയക്കുമരുന്നിൻ്റെ തരം തിരിച്ചറിയുന്നതിനുള്ള 144 കിറ്റുകളും വാങ്ങി. എക്സൈസ് വകുപ്പിൻ്റെ സൈബർ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തടയുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ കേരള പോലീസുമായി സഹകരിച്ച് നടത്തുകയും അന്വേഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക സൈബർ ഫോറൻസിക് ഉപകരണങ്ങളും CDR അനലൈസറുകളും വിതരണം ചെയ്ത് നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് VCV. You are watching VCV News.